ഹേ ജാനി, നിങ്ങളുടെ സമ്പത്ത് യോഗ്യരായവർക്ക് മാത്രം നൽകുക, മറ്റുള്ളവർക്ക് നൽകരുത്. മേഘങ്ങൾ സ്വീകരിക്കുന്ന സമുദ്രജലം എപ്പോഴും മധുരമുള്ളതാണ്. ചാണക്യൻ 1 വിവേകത്തോടെ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിഭവങ്ങൾ, സമ്പത്ത്, സമയം, ഊർജം നന്നായി ഉപയോഗിക്കുന്നവർക്ക് നൽകുന്നതിന് ഇത് ഊന്നൽ നൽകുന്നു. ഇത് കഴിവുകളോ ഡ്രൈവിംഗോ നല്ല ലക്ഷ്യമോ ഉള്ള ആളുകളായിരിക്കാം. അവ പരമാവധി പ്രയോജനപ്പെടുത്താത്തവർക്കായി വിഭവങ്ങൾ പാഴാക്കുന്നത് ഇത് നിരുത്സാഹപ്പെടുത്തുന്നു. 2 സ്വാധീനവും വളർച്ചയും യോഗ്യമായത് പിന്തുണയ്ക്കുന്നതിലൂടെ നിങ്ങൾ ഒരു തരംഗ പ്രഭാവം സൃഷ്ടിക്കുന്നു. അവരുടെ വിജയം നിങ്ങൾക്കും സമൂഹത്തിനും മൊത്തത്തിൽ ഗുണം ചെയ്യും. ഇത് ഒരു വിത്ത് നടുന്നതുപോലെയാണ്. നിങ്ങളുടെ നിക്ഷേപം വളരെ വലുതായി വളരും. 3 വിവേചനവും ഉത്തരവാദിത്തവും നിങ്ങളുടെ വിഭവങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഉദ്ധരണി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നല്ല മാറ്റം സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ സമ്പത്ത് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് എടുത്തുകാണിക്കുന്നു. 4 പരിവർത്തനവും നവീകരണവും മേഘങ്ങളിൽ കടൽജലം മധുരമായി മാറുന്നതിന്റെ രൂപകം പരിവർത്തനം എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നു. നിഷേധാത്മകമായി തോന്നുന്ന എന്തെങ്കിലും, ഉപ്പുള്ള കടൽജലം പോലും ശരിയായ പ്രക്രിയയിലൂടെ പോസിറ്റീവ്, ശുദ്ധജലം ആയി മാറ്റാൻ കഴിയും. നിങ്ങളുടെ വിഭവങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കുമ്പോൾ ഒരു പരിവർത്തന ഫലമുണ്ടാക്കാൻ കഴിയും. സാരാംശത്തിൽ, ഉദ്ധരണി നിങ്ങളെ ഒരു തന്ത്രപരമായ ദാതാവാകാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ വിഭവങ്ങൾ കണക്കാക്കാനും നല്ല സ്വാധീനം സൃഷ്ടിക്കാനും. ജയ്പൂരിന്റെ തിരക്കേറിയ ഹൃദയഭാഗത്ത് ചെടുലമായ ചന്തകൾക്കിടയിൽ രവി എന്ന ദയാലുവായ പട്ടുവ്യാപാരി ജീവിച്ചിരുന്നു. വിശിഷ്ടമായ തുണിത്തരങ്ങൾക്കും സൗമ്യമായ മനോഭാവത്തിനും പേരുകേട്ട രവി ഇന്ത്യയുടെ എല്ലാ കോണുകളിൽ നിന്നും ഉപഭോക്താക്കളെ ആകർഷിച്ചു. ചുട്ടുപൊള്ളുന്ന ഒരു വേനൽക്കാല സായാഹ്നത്തിൽ കീറിപ്പറിഞ്ഞ ഒരു വൃദ്ധ ഭിക്ഷക്കാരൻ അയാളുടെ കടയിൽ ഇടറി വീണു. ആ മനുഷ്യന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകി. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞു. ദയവായി സർ, യാചകൻ കരഞ്ഞു. ഒരു തുള്ളി വെള്ളത്തിന് കുറച്ച് നാണയങ്ങൾ എന്നും കരുണയുള്ള രവി ഒരു വെള്ളി രൂപയ്ക്കു വേണ്ടി എത്തി. പക്ഷേ അത് കൈമാറുന്നതിനു മുമ്പ് മിനുക്കിയ തലപ്പാവു ധരിച്ച ഒരു കൗശലക്കാരൻ അകത്തേക്ക് കയറി. ഇത്രയും വിഡ്ഢിത്തം രവി, അദ്ദേഹം പരിഹസിച്ചു. ഭിക്ഷാടകർക്ക് നൽകുന്നത് അലസതയെ പ്രോത്സാഹിപ്പിക്കുന്നു. സഹജമായ ഔദാര്യത്തിനും അപരിചിതന്റെ പരുഷമായ വാക്കുകൾക്കും ഇടയിൽ ഹൃദയം പിളർന്ന് രവി മടിച്ചു. അപ്പോഴാണ് ജാനത്തിന്റെ കുളങ്ങൾ പോലെയുള്ള കണ്ണുകളുള്ള ഒരു ജ്ഞാനിയായ വൃദ്ധ കടയിലേക്ക് പ്രവേശിച്ചത്. പിരിമുറുക്കം മനസ്സിലാക്കിയ അവൾ മെല്ലെ ചിരിച്ചു. രവി, അവൾ പറഞ്ഞു, ക്ഷേത്രമണികൾ മുഴങ്ങുന്നതുപോലെ അവളുടെ ശബ്ദം. പുരാതന പഴഞ്ചൊല്ല് ഓർക്കുക, നിങ്ങളുടെ സമ്പത്ത് യോഗ്യർക്ക് മാത്രം നൽകുക, കാരണം മേഘങ്ങൾ സ്വീകരിച്ച സമുദ്രജലത്തിന് മധുരമാകും. കൗതുകത്തോടെ രവിയും അപരിചിതനും കൗതുകകരമായ നോട്ടങ്ങൾ കൈമാറി. സ്ത്രീ വിശദീകരിച്ചു, മേഘങ്ങൾ ഉപ്പിട്ട കടൽജലവും ശുദ്ധജല അരുവികളും തമ്മിൽ വിവേചനം കാണിക്കുന്നില്ല. അവ എല്ലാ ഈർപ്പവും എടുത്ത് ജീവൻ നൽകുന്ന മഴയാക്കി മാറ്റുന്നു. പക്ഷേ മഴ ഫലഭൂയിഷ്ഠമായ ഭൂമിയെ മാത്രമേ പോഷിപ്പിക്കുന്നുള്ളൂ, തരിശായ പാറയല്ല. രവിയുടെ കണ്ണുകളിൽ ധാരണയുടെ ഒരു തീപ്പൊരി ആളിക്കെത്തി. അവൻ യാചകനെ അഭിസംബോധന ചെയ്തു. പറയൂ സുഹൃത്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും വൈദഗ്ധ്യം ഉണ്ടോ? ഒരു കരകൗശലമോ പാട്ടോ കഥയോ? യാചകന്റെ കണ്ണുകൾ വിടർന്നു. സർ, മരുഭൂമിയെപ്പോലും പൂക്കുന്ന കഥകൾ ഞാൻ മെനയാൻ കഴിയും. നിശ്ചയദാർഢ്യത്തോടെയുള്ള കണ്ണുകളോടെ രവി യാചകൻ പട്ടും ഒരു തറിയും സമ്മാനിച്ചു. ഇതാ, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കഥകൾ തുണിത്തരങ്ങളായി നെയ്യുക. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സമ്പത്തായിരിക്കട്ടെ. കൃതജ്ഞതയാൽ മതിമറന്ന യാചകൻ ആഴത്തിൽ കുമ്പിട്ട് ജോലിയിൽ പ്രവേശിച്ചു. ആഴ്ചകൾക്കുശേഷം യാചകൻ മടങ്ങിവന്നു. അപേക്ഷിക്കുന്ന ഭാവത്തോടെയല്ല, മറിച്ച് അതിശയകരമായ ഒരു മരുപ്പച്ചയെ ചിത്രീകരിക്കുന്ന ആശ്വാസകരമായ പട്ടുപടലത്തോടെ. ഊഷ്മളമായ നിറങ്ങളും സങ്കീർണമായ വിശദാംശങ്ങളും കൊണ്ട് മയങ്ങിയ രവി അത് തന്റെ കടയിൽ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിച്ചു. കലാവൈഭവത്തിൽ ആകൃഷ്ടരായ ഉപഭോക്താക്കൾ ഭിക്ഷാടനം ഉണ്ടാക്കിയ തുണിയും മറ്റും വാങ്ങാൻ ഒഴുകിയെത്തി. യാചകൻ അഭിവൃദ്ധി പ്രാപിച്ചു. കൈനീട്ടങ്ങൾ ആവശ്യമില്ല. ഈ കഥ ജയ്പൂരിലുടനീളം വ്യാപിച്ചു, പ്രാദേശിക ഇതിഹാസമായി. യഥാർത്ഥ മൂല്യം അളക്കുന്നത് ബാഹ്യരൂപത്തിലല്ല, മറിച്ച് ഒരാളുടെ കഴിവ് കൊണ്ടാണെന്ന് ആളുകൾ മനസ്സിലാക്കി. ബുദ്ധിമാനായ ദാതാവായ രവി യാചകനെ സഹായിക്കുക മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന കഴിവുകൾ തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതം ധന്യമാക്കുകയും ചെയ്തു. പ്രചോദനാത്മക പോയിന്റുകൾ. കാഴ്ചകൾക്ക് പുറം നോക്കുക. ഒരാളുടെ പക്കലുള്ളതിനെ അടിസ്ഥാനമാക്കി മൂല്യം വിലയിരുത്തരുത്, മറിച്ച് അവരുടെ കഴിവും ആന്തരിക ശക്തിയും നോക്കി. ഹാൻഡ്ഔട്ടുകൾക്ക് മേലെയുള്ള ശാക്തീകരണം.
ഒരാൾക്ക് വിജയിക്കാനുള്ള ഉപകരണങ്ങൾ നൽകുന്നത് താൽക്കാലിക പരിഹാരത്തേക്കാൾ വിലപ്പെട്ടതാണ്. രൂപാന്തരം കടൽജലം മധുരമഴയായി മാറുന്നപോലെ ശരിയായ അവസരം ലഭിച്ചാൽ ആളുകൾക്ക് മാറാനും അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയും. പരസ്പര പ്രയോജനം. നിങ്ങൾ മറ്റുള്ളവരെ അവരുടെ കഴിവിൽ എത്താൻ സഹായിക്കുമ്പോൾ അത് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും പ്രയോജനം ചെയ്യും. പ്രത്യേകത: ഒരു പ്രാദേശിക പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാവുന്ന തരത്തിൽ ഊർജ്ജ്വലമായ ഒരു ഇന്ത്യൻ വിപണിയിലാണ് കഥ ഒരുക്കിയിരിക്കുന്നത്. സമുദ്രത്തെയും മേഘങ്ങളെയും കുറിച്ചുള്ള പഴഞ്ചൊല്ല് നൽകുന്നതിൽ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു. ഭിക്ഷക്കാരനെ അവന്റെ കഴിവിലൂടെ ശാക്തീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആഴത്തിന്റെ ഒരു പാളി കൂട്ടിച്ചേർക്കുന്നു. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.